അടുത്ത പ്രാവശ്യം ഒന്ന് നല്ലതായിട്ട് എഴുതാൻ നോക്ക്. റാങ്ക് മേടിക്കും. അതെ. 1ാം റാങ്കൊക്കെ മേടിച്ചാൽ ഞാൻ ശുപാർശ ചെയ്യാം. നന്നായിട്ട് പഠിക്കും. എന്നാ പിന്നെ ഞങ്ങള് ആയിക്കോട്ടെ. മേലാൽ ഇമാതിരിയുള്ള ദരിദ്രവാസികളെ വിളിച്ചുകൊണ്ട് എൻ്റെ വീട്ടിൽ പഠിക്കൽ വരും കേട്ടല്ലോ. പോ ഒരു കാര്യമല്ലാതെ ഏതെങ്കിലും കൊട്ടേഷനായിട്ട് വരും. ടെൻഷൻ അടിക്കണ്ടാ, അച്ഛൻ ശരിയാക്കി തരാം. അതെ, മൂപ്പര് കുറച്ച് ചൂടിലാണ്, അതാണ് കാര്യങ്ങൾ. പക്ഷെ മൂപ്പര് മന്ത്രണ്ട് കണ്ട് എന്തെങ്കിലും ശരിയാക്കും കേട്ടോ. ഞാൻ ഇന്ന് രാവിലെ എത്തിയുള്ളൂ. അല്ല, നീ അവിടുന്ന് വിളിച്ചപ്പോ ഫോണിൽ പറയേണ്ട കാര്യമല്ല, നേരിട്ട് പറയാം. എന്താ അത്ര സീരിയസ് ആയിട്ട് എന്താണ്? ഈ ആളെ മനസ്സിലായോ? ഇല്ല. ഇതെന്റെ മൂത്ത പെങ്ങള് ജമന്തിയുടെ മോൻ അഭിലാഷ്. നമ്മുടെ ബാബു. അതെ അതെ, ബാബുളിയന്റെ മോൻ. ഓ, ഇവനെ ഞാൻ ഇത്രയില് കണ്ടിട്ടുള്ളൂ. നീ വളർന്നല്ലോടാ. നീ ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഞാൻ പ്ലസ് ടു കഴിഞ്ഞു. ഓ അല്ലേ. ഇവൻ പഠിക്കാൻ എടുക്കാനാണ്. അവൻ എൻട്രൻസ് കഴിഞ്ഞ് നമുക്ക് BSc അഗ്രികൾച്ചറിനൊരു സീറ്റ് വേണം. അളിയൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇവനൊരു കൃഷി ഓഫീസർ ആക്കണമെന്ന്. റാങ്ക് എങ്ങനെയുണ്ട്? റാങ്ക് നല്ല റാങ്കാണ്, 65,000. എന്റെ പരിചാതാ, 4001 റാങ്ക് കാരണം ഇപ്പൊ ഞാൻ പറഞ്ഞു വിട്ടതേ ഉള്ളൂ. അതൊക്കെ മന്മേട്ടൻ വിചാരിച്ചാൽ നടക്കുമെന്ന് എനിക്കറിയാം. ഈ കാര്യത്തിൽ പൈസ ഒരു പ്രശ്നമാക്കണ്ട, ഈ സീറ്റ് നമുക്ക് വേണം. ഞാൻ അതിനാണ് ഗൾഫിൽ നിന്ന് നേരെ വന്ന് ഇതിനു വേണ്ടി ബുദ്ധിമുട്ടുന്നത്. അല്ല മോനെ, നീ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്തെ ഈ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെടികൾ നടുകയോ അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് വല്ല സർട്ടിഫിക്കറ്റ് അങ്ങനെ വല്ലതും കിട്ടിയിട്ടുണ്ടോ? ഇവൻ കൃഷി ചെയ്യണ പോയിട്ട് വീടിൻ്റെ മുമ്പിലിരിക്കണ ചെടി ഉണങ്ങിക്കഴിഞ്ഞാൽ ഒരു തുള്ളി വെള്ളം പോയിട്ട് അതിൽ മൂത്രം ഒഴിച്ചു പോലും ഇടൂല. പിന്നെയാണ് പള്ളിക്കൂടത്തിൽ കൃഷി നടത്തുന്നത്. ആള് പഠിക്കാൻ എടുക്കാനാണ്. ഇതിപ്പോ ചെലവ് ഇച്ചിരി കൂടും. ചേട്ടൻ മന്ത്രിനെ ഒന്ന് വിളിക്കുക, ചെലവ് കാര്യമാക്കണ്ട. അഭിലാഷ് ഇങ്ങോട്ട് പോട്ടെ. നമുക്കേ ഇതിൻ്റെ ഒരു പ്രാരംഭ ചെലവിനായിട്ട് ഇത് 1 രൂപയുണ്ട്, 1,00,000 രൂപയുണ്ട്. ഇതൊന്ന് തുടങ്ങി വെക്ക്. ഇനിയിപ്പം കാര്യങ്ങളും ഉഷാറാക്കാം ഞാൻ. പിന്നെ എന്നാലും ഇവനിപ്പോ ഈ കൃഷിയായിട്ട് ഒരു പരിപാടി, ഇനിയിപ്പോ ആ സർട്ടിഫിക്കറ്റ് ഒപ്പിക്കണമല്ലോ. എന്ത് സർട്ടിഫിക്കറ്റ് ഒപ്പിച്ചാലും വേണ്ടിയില്ല, പൈസ ഈ കാര്യത്തിൽ ഒരു പ്രശ്നമാക്കണ്ട. വിളിച്ചു പറഞ്ഞാൽ മതി, ഞാൻ എത്തിക്കാം. അല്ല, അതെനിക്ക് നിന്നെ വിശ്വാസമുണ്ട്. അച്ഛനായിട്ട് നല്ല ബന്ധമാണ്, നിനക്ക് സീറ്റ് കിട്ടും. അവന് കൃഷി ഓഫീസർ ആവണ്ടേ? അവന്റെ അവനൊന്ന് ഉറച്ചു പറയേ, ഞാൻ ആക്കും തന്നെ കേട്ടാ. അതല്ലേ മന്മേട്ടന്റെ അടുത്ത് ഞങ്ങൾ എത്തിയത്. അന്ന് ഞങ്ങൾ ഇറങ്ങട്ടെ. ആയിക്കോട്ടെ. അപ്പൊ സീറ്റ് നമുക്ക് വേണം. നീ എന്നാ പോണേ? ഞാൻ ഇത് ഒപ്പിച്ചിട്ടേ പോണുള്ളൂ. 10 ദിവസത്തെ ലീവ് എനിക്കുണ്ട്. കുഴപ്പമില്ല, ഒരു 5 ദിവസം കൊണ്ട് കാര്യം റെഡി ആക്കി തരാം. നീ വിട്ടോ, ഞാൻ വിളിക്കുമ്പോ ഒന്ന് പറഞ്ഞോ കേട്ടാ. എപ്പോ വന്നെന്ന് ചോദിച്ചാ പോരെ. ശരി, നടക്ക്.